നമസ്കാരം. 91 ന്യൂസിലേക്ക് സ്വാഗതം. ഒരു ആംബുലൻസിനുള്ളിൽ പിടയ്ക്കുന്ന ജീവനാണ്. കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുള്ള ഒരാൾ. ആംബുലൻസുകൾക്ക് വഴിമുടക്കുക എന്നത് കേരളത്തിൽ കൂടി വരുന്ന ഒരു ക്രൂരതയായി മാറിക്കഴിഞ്ഞു. അവസാനമായി മൂവാറ്റുപുഴയിലാണ് ഇടുക്കി സ്വദേശിയുടെ ഒരു ചുവന്ന കാർ ആംബുലൻസിന് മാർഗതടസ്സം ഉണ്ടാക്കിയത്. ദിവസങ്ങൾക്ക് മുൻപ് ഒരു സ്കൂട്ടർ യാത്രിക ആംബുലൻസിന്റെ വഴി മുടക്കിയിരുന്നു. ആംബുലൻസിനെ കണ്ടില്ല എന്നതായിരുന്നു യാത്രക്കാരിയുടെ വിശദീകരണം. ലൈറ്റുകൾ കത്തിച്ചും അപകട സിഗ്നൽ ഉച്ചത്തിൽ മുഴക്കിയും തൊട്ടുപിറകിലെത്തിയ ആംബുലൻസിനെ തന്റെ വാഹനത്തിന്റെ റിവ്യൂ ഗ്ലാസിലൂടെ കണ്ടില്ലെന്ന് പറയുമ്പോൾ, ശബ്ദം കേട്ടില്ല എന്ന് പറയുമ്പോൾ ഇവർ റോഡിൽ വാഹനം ഓടിക്കാൻ യോഗ്യതയില്ലാത്ത ആളായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അവരുടെ ലൈസൻസ് റദ്ദ് ചെയ്യണം. ആംബുലൻസിന് വഴി നൽകാതിരിക്കുന്നത് പോലെ മറ്റൊരു തരികിടയാണ് ആംബുലൻസിന് തൊട്ടുപിറകിലായി അതേ വേഗത്തിൽ വാഹനം ഓടിക്കുക എന്നത്. ഇത്തരം ഡ്രൈവിംഗ് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. സ്വന്തം ജീവൻ പണയം വെച്ചാണ് ആംബുലൻസ് ഡ്രൈവർമാരുടെ യാത്ര. അതും നിലവിലൊട്ടും സഞ്ചാരയോഗ്യമല്ലാത്ത കേരളത്തിലെ റോഡുകളിലൂടെ. എങ്ങനെയും മരണത്തോടും മല്ലിടുന്ന ഒരു ജീവനെ രക്ഷിക്കുക എന്ന ഉത്തരവാദിത്വത്തോടെ വാഹനം ഓടിക്കുമ്പോൾ അവർക്ക് റോഡിൽ പരമാവധി യാത്രാ സൗകര്യങ്ങൾ ഒരുക്കി നൽകുക എന്നത് മനുഷ്യത്വപരമായ ഒന്നാണ്. കാരണം ഇങ്ങനെ ഒരു അവസ്ഥ ഒരുപക്ഷെ നമുക്കും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുവിനോ സുഹൃത്തിനോ ഭാവിയിൽ സംഭവിച്ചേക്കാം. ചെയ്യുന്നതിന്റെ ഫലമാണല്ലോ നമ്മൾ അനുഭവിക്കേണ്ടത്. ആംബുലൻസിന്റെ വഴിമുടക്കുക എന്നത് ചിലർക്ക് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ക്രൂര വിനോദമാണ്. ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. വാഹനത്തിന്റെ പെർമിറ്റ് താൽക്കാലികമായി റദ്ദു ചെയ്തും ഡ്രൈവറുടെ ലൈസൻസ് കുറച്ചു കാലത്തേക്കെങ്കിലും സസ്പെൻഡ് ചെയ്തും 10,000-ൽ കുറയാത്ത തുക പിഴയായി നൽകിയുമൊക്കെ നിയമം കർശനമാക്കിയാൽ റോഡിലെ ഈ അപകട സർക്കസ് അവസാനിക്കുക തന്നെ ചെയ്യും. ഇത് പറയുമ്പോൾ മറ്റൊരു വശം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആംബുലൻസ് യാത്രയ്ക്ക് വ്യക്തമായ നിയമങ്ങളുണ്ട്. അത്യാസന്ന നിലയിലുള്ള രോഗിയെ കൊണ്ടുപോകുമ്പോൾ ഏത് ഹോൺ ഉപയോഗിക്കണം, അതല്ല മൃതശരീരമാണ് ആംബുലൻസിലുള്ളതെങ്കിൽ ഏതുതരം ശബ്ദമാണ് അനുവദനീയം എന്നൊക്കെയുള്ള നിയമങ്ങൾ. പക്ഷേ രോഗി വാഹനത്തിനുള്ളിൽ ഇല്ലാത്ത സമയത്തും അനാവശ്യ ഹോൺ മുഴക്കി റോഡുകളെ വിറപ്പിച്ച് മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയും ചീറിപ്പായുന്ന ആംബുലൻസ് ഡ്രൈവർമാരും കേരളത്തിൽ ധാരാളമുണ്ട്. ഇവർക്കും അർഹമായ പിഴ നൽകുക തന്നെ വേണം. ആംബുലൻസിന് പ്രധാനമായും തടസ്സമാകുന്നത് ന്യൂ ജെൻ ബൈക്കുകളാണ്. അമിത വേഗത്തിൽ റോഡിൽ വളഞ്ഞും പുളഞ്ഞും സർക്കസ് കാണിക്കുമ്പോൾ ഇവർ ഓർക്കുന്നില്ല ജീവന് വേണ്ടി പിടയുന്ന ഒരാൾ ആ വാഹനത്തിൽ ഉണ്ടെന്നുള്ളത്. അതൊരു പക്ഷെ അവരുടെ ബന്ധു തന്നെയാകാം എന്നത്. ആംബുലൻസുകൾക്ക് യാത്രാ സൗകര്യം ഒരുക്കി നൽകേണ്ടത് മനുഷ്യത്വമാണ്, പൗരധർമ്മമാണ്.